2009 റിലീസായ ഒരു റേപ്പ് ആൻഡ് റിവെഞ്ച് മൂവിയാണ് ലാസ്റ്റ് ഹൗസ് ഓൺ ദി ലെഫ്റ്റ്. വെക്കേഷന് ഗ്രാമത്തിലുള്ള തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കുടുംബം കൂട്ടുകാരിയെ കാണാൻ പോയ മകൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുന്നു. മകൾക്കുണ്ടായ ദുരനുഭവത്തിന് കാരണക്കാരായവരെ ഭൂമിയിൽ നിന്നും തുടച്ചു നിൽക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരമ്മയും അച്ഛനും. ഇത് അവരുടെ പ്രതികാരത്തിന്റെ കഥയാണ്. സിനിമയുടെ തുടക്കത്തിൽ ക്രൂഗ് എന്ന കൊടും ക്രിമിനലിനെയും കൊണ്ട് രണ്ട് പോലീസുകാർ ജയിലിലേക്ക് കാറിൽ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഒരു റെയിൽവേ ക്രോസിംഗിലെത്തി. അതോടെ അവർ കാർ നിർത്തുന്നു. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പിക്കപ്പ് വാൻ വന്ന് പോലീസ് കാറിൽ ഇടിക്കുന്നത്. ശക്തമായ ആ ഇടിയിൽ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. പിക്കപ്പ് വാനിൽ നിന്നും 2 പേർ പുറത്തിറങ്ങുന്നു. ഒരാൾ ക്രൂഗിനെ കാമുകയും മറ്റേത് സഹോദരനും. ശരിക്കും പോലീസിൽ നിന്നും ക്രൂഗിനെ രക്ഷിക്കാനുള്ള ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു അത്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ ക്രൂഗ് പരിക്കേറ്റ് കിടക്കുന്ന പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ച് വെടിവെച്ച് കൊന്ന ശേഷം അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മേരി എന്നൊരു ടീനേജ് പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലിക്കുന്നതാണ്. മേരി നീന്തിയെത്തുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അവളുടെ അമ്മ പൂളിനരികിൽ നിൽപ്പുണ്ട്. അമ്മയുടെ പേരാണ് എമ്മ, അച്ഛന്റെ പേര് ജോൺ കോളിംഗ്വുഡ്. മേരിക്ക് നീന്തൽ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛനും അമ്മയും എപ്പോഴും അവരുടെ ജോലികൾ മൂലം തിരക്കിലാണ്. മേരിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അവർക്ക് തീരെ സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ മകളുമായി റിമോട്ട് ഏരിയയിലുള്ള തങ്ങളുടെ വീട്ടിലേക്ക് വെക്കേഷന് പോവുകയാണ് മേരിയുടെ കുടുംബം. ഒരു തടാകത്തിനരികിലായിരുന്നു അവരുടെ വീട്. അവർ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മേരിക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നെന്ന്. എന്നാൽ അവിടെ വന്നിട്ട് മേരിക്ക് വലിയ സന്തോഷമില്ല. ബോറടി ആയതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരിയായ പേജിനെ കാണാൻ പോയിക്കോട്ടെ എന്ന് അവൾ അമ്മയോട് സമ്മതം ചോദിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് അവളെ പുറത്തുവിടാൻ അത്ര സമ്മതമല്ലായിരുന്നു. കാരണം അവളുടെ സേഫ്റ്റിയെ പറ്റി അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവളുടെ അച്ഛൻ കൂട്ടുകാരിയെ കാണാൻ പോകാൻ അനുവാദം നൽകുന്നു. അങ്ങനെ ടൗണിലുള്ള തന്റെ കൂട്ടുകാരിയെ കാണാൻ മേരി കാറിൽ പോകുന്നു. ടൗണിലെ ഒരു സ്റ്റോറിൽ ക്യാഷ്യറായി ജോലി ചെയ്യുകയാണ് പേജ്. അങ്ങനെ സ്റ്റോറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്ന ഒരു പയ്യൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ജസ്റ്റിൻ. അവസാനം കൗണ്ടറിൽ വന്ന അവൻ പേജിനോട് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ മൈനർ ആയതുകൊണ്ട് തന്നെ അവൾ അവന് സിഗരറ്റ് നൽകിയില്ല. പക്ഷെ നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇനം ഡ്രഗ്സ് നൽകാമെന്ന് ജസ്റ്റിൻ പറഞ്ഞതും പേജ് സമ്മതിക്കുന്നു. എന്നാൽ മേടിച്ച സാധനങ്ങൾക്കും സിഗരറ്റിനും കൊടുക്കാനായി ജസ്റ്റിൻ പൈസ പുറത്തെടുത്തതും അതിൽ മുകളിലത്തെ നോട്ട് മുഴുവൻ ചോരയായിരുന്നു. അവരുടെ കണ്ണിൽ പെടാതെ ജസ്റ്റിൻ ആ നോട്ട് മാറ്റുന്നു. അങ്ങനെ അവർ കാറിൽ ജസ്റ്റിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവർ ജസ്റ്റിന്റെ വീട്ടിലെത്തി. പേജ് ജസ്റ്റിനൊപ്പം അകത്തേക്ക് കയറി. എന്നാൽ മേരി കാറിൽ തന്നെ ഇരുന്നു. സമയം ഒരുപാട് കടന്നുപോയി. എന്നാൽ പേജ് തിരികെ വന്നില്ല. അങ്ങനെ അവളെ തിരഞ്ഞ് മേരി ആ വീടിനുള്ളിലേക്ക് കയറി. നോക്കിയപ്പോഴോ മുറിയിൽ ജസ്റ്റിനും പേജും ഏതോ കഞ്ചാവ് സിഗരറ്റും വലിച്ചിരിപ്പാണ്. പേജ്, നീ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. മേരി, ജസ്റ്റിൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, ഇതൊരു അടിപൊളി സാധനമാണ്, നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒടുവിൽ പേജിന്റെ നിർബന്ധത്തിന് വഴങ്ങി മേരി ആ ഡ്രഗ് വലിക്കുന്നു. അങ്ങനെ 3 പേരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മേരിയുടെ അമ്മ അവളെ ഫോൺ വിളിക്കുന്നത്. നീ എവിടെയാണ്? എന്നെ ഫോൺ വിളിക്കണമെന്ന് മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അതുപോലും നീ ചെയ്തിട്ടില്ല. നല്ല കൊടുങ്കാറ്റും മഴയും വരുന്നുണ്ട്, നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? ഇന്ന് രാത്രി ഞാൻ പേജിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇല്ല, അത് പറ്റില്ല, അത് നല്ലൊരു കാര്യമല്ല. പക്ഷെ അപ്പോഴേക്കും കോൾ കട്ടാകുന്നു. അല്പസമയത്തിന് ശേഷം ജസ്റ്റിന്റെ ഫാമിലി അങ്ങോട്ടേക്ക് എത്തുന്നു. സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാരെ കൊന്ന ക്രിമിനൽസ് ഇല്ലേ, അവരായിരുന്നു അത്. ക്രൂഗും അവന്റെ സഹോദരനായ ഫ്രാൻസിസും കാമുകിയായ സാഡിയും. ശരിക്കും ക്രൂഗിന്റെ മകനായിരുന്നു ജസ്റ്റിൻ. എന്റെ പുറകെ പോലീസുണ്ട്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ പെൺപിള്ളാരുമായി ഇവിടെ എൻജോയ് ചെയ്യുന്നത്. എന്തായാലും നമ്മളെ കണ്ട സ്ഥിതിക്ക് ഇനി ഇവരെ വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 പേരെയും പിടിക്കാൻ ക്രൂഗ് ഫ്രാൻസിസിനോട് പറയുന്നു. അതോടെ മേരിയും പേജും ആകെ പേടിച്ച് വിറയ്ക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആരോടും പറയില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞെങ്കിലും ക്രൂഗ് അവരെ വിടാൻ തയ്യാറായില്ല. മാത്രമല്ല ഫ്രാൻസിസ് കത്തി ഉപയോഗിച്ച് പേജിനെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. ആകെ ഭയന്ന മേരി ജസ്റ്റിനോട് സഹായം ചോദിച്ചെങ്കിലും അച്ഛനെ ഭയമായിരുന്നതിനാൽ അവനൊന്നും ചെയ്യാനായില്ല. പേജ് ബുദ്ധിപരമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ബാത്റൂമിൽ കയറുന്നു. ശേഷം ഡോർ ക്ലോസ് ചെയ്ത് അവൾ പോലീസിനെ ഫോൺ വിളിക്കുന്നു. പക്ഷെ വാതിലിടിച്ചു പൊളിച്ച് ബാത്റൂമിൽ കയറിയ ഫ്രാൻസിസ് പേജിനെ പിടികൂടുന്നു. അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ഫോൺ അവൻ താഴെ എറിഞ്ഞു പൊട്ടിക്കുന്നു. കൂടാതെ മേരിയുടെ ഫോണും അവർ എറിഞ്ഞു പൊട്ടിക്കുന്നു. ശേഷം മേരിയെയും പേജിനെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവർ മേരിയുടെ കാറിൽ അവിടെ നിന്നും പോകുന്നു. എന്നാൽ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തന്റെ ലേക്ക് ഹൗസിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയ മേരി പെട്ടെന്ന് കാറിന്റെ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അതോടെ ബാലൻസ് പോയ കാർ അടുത്തുള്ള മരത്തിൽ പോയി ഇടിച്ച് എല്ലാവർക്കും പരിക്കേൽക്കുന്നു. അതേസമയം പേജ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഫ്രാൻസിസും സാഡിയും അവളെ പിന്തുടർന്നു. പോകുന്ന വഴി ഒരു ഫാക്ടറി കണ്ട പേജ് സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും ആരെങ്കിലും അവളുടെ ശബ്ദം കേൾക്കുന്നതിന് മുന്നേ അവർ 2 പേരും വന്ന് പേജിനെ പിടിക്കുന്നു. ശേഷം അവളെ അവർ തിരികെ ക്രൂഗിന്റെ അടുക്കൽ എത്തിക്കുന്നു. അവർ മേരിയുടെയും പേജിനെയും കൈകൾ കെട്ടി താഴേക്ക് കിടത്തുന്നു. ക്രൂഗ് ആണെങ്കിൽ ജസ്റ്റിനെ കൊണ്ട് മേരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ജസ്റ്റിൻ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ഫാമിലി പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ അവരെ എതിർക്കുന്നു. മേരിക്കും പേജിനും ഈ അവസ്ഥ ഉണ്ടാകാനുള്ള
കൊല്ലാനുള്ള കാരണം താനാണെന്നുള്ള കുറ്റബോധവും അവനുണ്ടായിരുന്നു. മേരിയെ അവർ ഉപദ്രവിക്കുന്നത് കണ്ട പേജ് ദേഷ്യപ്പെടുകയും ക്രൂഗിനെ അസഭ്യം പറയുകയും ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ക്രൂഗ് പേജിനെ കത്തി കൊണ്ട് 2 തവണ കുത്തുന്നു. ശേഷം അവൻ മേരിയുടെ നേരെ തിരിഞ്ഞു. ക്രൂഗ് മേരിയെ ആവോളം മർദ്ദിച്ച ശേഷം അതിക്രൂരമായി റേപ്പ് ചെയ്യുന്നു. അവന്റെ കാമുകി ഈ ക്രൂരകൃത്യം ചെയ്യാൻ ക്രൂഗിനെ സഹായിക്കുന്നു. അപ്പോഴേക്കും അവശയായ മേരി ഒരു വിധത്തിൽ എണീക്കുന്നു. ഒരു ചാൻസ് കിട്ടിയ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കല്ലെടുത്ത് ക്രൂഗിന് തലയ്ക്ക് നല്ലൊരു അടി കൊടുത്ത ശേഷം അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഒരു നദിക്കരയിലെത്തിയ മേരി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ ശേഷം മറുകരയിലേക്ക് അതിവേഗം നീന്തി. അവളെ പിന്തുടർന്ന് നദിക്കരയിലെത്തിയ ക്രൂഗ് മേരിയുടെ നേരെ വെടിവെക്കുന്നു. പക്ഷെ നല്ലൊരു സ്വിമ്മർ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ സഞ്ചരിച്ച അവളെ ബുള്ളറ്റുകൾക്ക് തൊടാനായില്ല. ക്രൂഗ് വെടിവെച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പുറത്തെ കരയിൽ എത്താറായതും അവളുടെ തോളിൽ വെടിയേൽക്കുന്നു. വെള്ളം മുഴുവൻ ചോര നിറ ആയപ്പോഴേക്കും മേരി മരിച്ചെന്ന് കരുതി ക്രിമിനലുകൾ സ്ഥലം വിടുന്നു. അപ്പോഴേക്കും ശക്തമായ മഴ പെയ്തു തുടങ്ങി. ഫ്രാൻസിസിനും സാഡിക്കും പരിക്കേറ്റതിനാൽ അടുത്തുള്ള ലേക്ക് ഹൗസിലേക്ക് അവർ കയറി. പക്ഷെ അത് ശരിക്കും മേരിയുടെ തന്നെ വീടായിരുന്നു. എന്നാൽ അത് മേരിയുടെ വീടാണെന്ന് ക്രൂഗിനും കൂട്ടർക്കും അറിയില്ലായിരുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടായ പരിക്ക് പറ്റി, അതുകൊണ്ട് സഹായിക്കണമെന്ന് മേരിയുടെ പേരൻസിനോട് അവർ അപേക്ഷിക്കുന്നു. ഒടുവിൽ അവർ ക്രൂഗിനെയും ടീമിനെയും വീടിനുള്ളിലേക്ക് കയറ്റി. മേരിയുടെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അയാൾ അവരെ ശുശ്രൂഷിച്ചു. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ അതിഥികളാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. നല്ല മഴയാണ് പുറത്ത്, ടാക്സി വിളിച്ചാൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഒടുവിൽ അവർ അത് സമ്മതിക്കുന്നു. മേരിയുടെ അമ്മ അവർക്കായി കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു. കോഫി കുടിച്ച കപ്പ് ജസ്റ്റിൻ അടുക്കളയിൽ വെക്കാൻ പോയപ്പോൾ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിരുന്ന മേരിയുടെ ഫോട്ടോ കണ്ട് ഞെട്ടുന്നു. അങ്ങനെ ഈ വീട്ടിലുള്ളവർ മേരിയുടെ അച്ഛനും അമ്മയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. പക്ഷെ ജസ്റ്റിൻ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഒരുപക്ഷെ ഇതറിഞ്ഞാൽ ഇവരെ തന്റെ അച്ഛനും കൂട്ടരും കൊന്നാലോ എന്ന ഭയം മൂലമാകാം അവനത് മറച്ചു വെച്ചത്. ആകെ തളർന്ന അവൻ വാഷ്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ജസ്റ്റിൻ പേടിച്ച് എന്തെങ്കിലും സത്യം വിളിച്ചു പറയുമെന്ന് കരുതി ഒരക്ഷരം മിണ്ടരുതെന്ന് ക്രൂഗ് ജസ്റ്റിനോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോകുന്നു. പുറത്തിറങ്ങിയ ജസ്റ്റിൻ മേരിയുടെ ലോക്കറ്റ് കോഫി കപ്പിൽ ചുറ്റിവെച്ച ശേഷം ക്രൂഗിന്റെ അടുക്കിലേക്ക് പോകുന്നു. അങ്ങനെ അവർ 4 പേരും ഔട്ട് ഹൗസിൽ പോയി ഉറങ്ങാൻ പോകുന്നു. മേരിയുടെ അമ്മയും അച്ഛനും ഉറങ്ങാനായി പോയതും പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാനായി പുറത്തേക്ക് പോയതും ആ കാഴ്ച കണ്ട് അവർ ഞെട്ടി. അത് മേരിയായിരുന്നു. ബുള്ളറ്റ് ശരീരത്തിൽ കൊണ്ടെങ്കിലും അവൾ മരിച്ചിരുന്നില്ല. പാതി ജീവനുള്ള ശരീരത്തോടെ അവൾ തന്റെ വീട്ടിലെത്തി. ആകെ ഭയന്ന അവർ മേരിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. മേരിയുടെ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അയാൾ വേഗം മേരിയെ ചികിത്സിക്കാൻ തുടങ്ങി. മേരിയുടെ അമ്മ അവളുടെ ബുള്ളറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി കത്തിയെടുക്കാൻ അടുക്കളയിലേക്ക് പോയതും കോഫി കപ്പിൽ ചുറ്റിയിരുന്ന മേരിയുടെ ലോക്കറ്റ് ശ്രദ്ധിക്കുന്നു. അതും എടുത്തുകൊണ്ട് മേരിയുടെ അടുക്കിലേക്ക് പോകുന്നു. മേരി ഇവിടെ നിന്നും പോകുമ്പോൾ ഇതും ധരിച്ചായിരുന്നു പോയത്. ഇപ്പോൾ എനിക്കിത് അടുക്കളയിൽ നിന്നും കിട്ടി. ആ പയ്യൻ ജസ്റ്റിൻ ഇതവിടെ വെക്കുന്നത് ഞാൻ കണ്ടതാ. അതായത് നമ്മുടെ അതിഥികളായി ഇവിടെ വന്നവർ തന്നെയാണ് മകളെ ഈ നിലയിലാക്കിയതെന്ന് അവർക്ക് മനസ്സിലായി. മേരിയുടെ അമ്മ സങ്കടം കൊണ്ട് അലറിക്കരഞ്ഞു. മകളെ ചികിത്സിക്കുന്നതിനിടയിൽ മേരി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും വേദനയോടെ അവർ മനസ്സിലാക്കുന്നു. അതോടെ തന്റെ മകളുടെ ഈ ദുരവസ്ഥയ്ക്ക് പകരം വീട്ടാൻ അവർ തീരുമാനിച്ചു. മേരിക്ക് തൽക്കാലം കുഴപ്പമില്ലെങ്കിലും അവളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടിന്റെ കീ തിരഞ്ഞ് മേരിയുടെ അച്ഛൻ ടൂൾ ഷെഡിലെത്തി. ക്രൂഗും ടീമും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായതുകൊണ്ട് തന്നെ മേരിയുടെ അച്ഛൻ കയ്യിൽ കിട്ടുന്ന ടൂൾസ് എല്ലാം എടുക്കുന്നു. അതേസമയം ഗസ്റ്റ് ഹൗസിൽ എല്ലാവരും ഉറങ്ങുകയാണ്. പക്ഷെ ജസ്റ്റിന് മാത്രം ഉറക്കം വന്നില്ല. താൻ മൂലം മേരിക്ക് വന്ന അപകടം അവന് മറക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൻ പതുക്കെ എണീറ്റ് ക്രൂഗിന്റെ തോക്ക് കൈക്കലാക്കുന്നു. അതേസമയം അവരെ നേരിടാൻ വേണ്ടി മേരിയുടെ അമ്മ അടുക്കളയിൽ നിന്നും ആയുധം തിരയുകയാണ്. ഒടുവിൽ അവിടെ ഇരുന്ന കത്തി എടുക്കുമ്പോൾ പെട്ടെന്നാണ് ക്രൂഗിന്റെ സഹോദരൻ ഫ്രാൻസിസ് അവിടെ എത്തിയത്. ഇടിമിന്നലിന്റെ ശബ്ദം കേട്ട് എണീറ്റതാണ്. ഒരു ബിയർ കിട്ടിയാൽ സമാധാനമായി ഉറങ്ങാമായിരുന്നു. അതും പറഞ്ഞ് ഫ്രിഡ്ജ് തുറക്കാനായി തിരിഞ്ഞതും മേരിയുടെ അമ്മ ഫ്രാൻസിസിനെ തടയുന്നു. കാരണം ഫ്രിഡ്ജിൽ മേരിയുടെ ഫോട്ടോ ഒട്ടിച്ചിരുന്നു. ഒരു വിധത്തിൽ അയാളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിയ ശേഷം ഒരു വൈൻ ബോട്ടിൽ മേരിയുടെ അമ്മ അവന് കൊടുക്കുന്നു. അങ്ങനെ വൈനും കുടിച്ചുകൊണ്ട് ഹാളിലെത്തിയ ഫ്രാൻസിസ് ടേബിളിൽ കിടന്നിരുന്ന മേരിയെ കാണുന്നു. ഇത് കണ്ട് പരിഭ്രാന്തനായ ഫ്രാൻസിസ് ക്രൂഗിനെ വിളിക്കാനായി പോയതും മേരിയുടെ അമ്മ അവന്റെ തലയിൽ കൂപ്പിക്കൊണ്ട് ഒരു ഒറ്റയടി. പക്ഷെ അടി കൊണ്ടിട്ടും കൊലവെറിയോടെ ഒരു കത്തിയെടുത്ത് മേരിയെ കൊല്ലാനായി പോവുകയാണ് ഫ്രാൻസിസ്. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയ ജോൺ അവനെ അടിച്ച് താഴെയിടുന്നു. ശേഷം കിച്ചൺ സിങ്കിലെ തിളച്ച വെള്ളത്തിൽ അവന്റെ കൈ മുക്കുന്നു. അതോടെ വേദന കൊണ്ട് ഫ്രാൻസിസ് അലറിക്കരയുന്നു. ആ സമയത്ത് ജോൺ ഒരു ചുറ്റികയെടുത്ത് ഫ്രാൻസിസിന്റെ തലയിലേക്ക് ഒറ്റയടി. അതോടെ ഫ്രാൻസിസ് അവിടെ മരിച്ചു വീഴുന്നു. ശേഷം നീളമുള്ള ഇരുമ്പ് ദണ്ടുമായി തങ്ങളുടെ അടുത്ത ഇരയെ തെരഞ്ഞ് അവർ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ എത്തി അവർ കാണുന്നത് ക്രൂഗും കാമുകിയും കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ്. തോക്കും പിടിച്ചുകൊണ്ട് ജസ്റ്റിൻ നിലത്തിരിപ്പുണ്ട്. അവരെ കണ്ടതും ജസ്റ്റിൻ അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷെ വന്നത് മേരിയുടെ പേരൻസ് ആണെന്ന് മനസ്സിലാക്കിയ നിമിഷം ജസ്റ്റിൻ ആ തോക്ക് ജോണിന് കൊടുക്കുന്നു. എന്നാൽ ജോൺ ഗൺ റീലോഡ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ക്രൂഗിന്റെ കാമുകി ഉണരുന്നു. പരിഭ്രാന്തനായ ജോൺ പെട്ടെന്ന് വെടിവെക്കുന്നു. എന്നാൽ ആ വെടി കൊണ്ടത് ക്രൂഗിന്റെ കാമുകിയുടെ കഴുത്തിലാണ്. ശബ്ദം കേട്ടുണർന്ന ക്രൂഗ് ജനൽ വഴി ചാടി രക്ഷപ്പെടുന്നു. ശേഷം ജോണിന്റെ വീട്ടിലേക്ക് ഓടുന്നു. അതേ സമയം കൊണ്ട് ക്രൂഗിന്റെ കാമുകി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. എന്നാൽ ജോൺ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ ഇടി നടക്കുകയാണ്. ഒടുവിൽ എമ്മയുടെ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് കണ്ണിൽ തറഞ്ഞു കയറി
ക്രൂഗിന്റെ കാമുകിയായ സാഡി മരിക്കുന്നു. അതേസമയം ജോണിന്റെ വീട്ടിലെത്തിയ ക്രൂഗ് ഫ്രാൻസിസിന്റെ ഡെഡ് ബോഡി കാണുന്നു. എല്ലായിടത്തും രക്തവും രക്തത്തിൽ നനഞ്ഞ വസ്ത്രങ്ങളും. പക്ഷെ എന്തിനാണ് ഇവർ ഫ്രാൻസിസിനെ കൊന്നതെന്നും ഇപ്പോൾ തന്നെ കൊല്ലാൻ നോക്കുന്നതെന്നും ക്രൂഗിന് മനസ്സിലായില്ല. അപ്പോഴേക്കും ജോൺ ക്രൂഗിനെ തിരഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്തി. പക്ഷെ ഹാളിൽ ആരെയും കണ്ടില്ല. ടേബിളിൽ തന്റെ പേഴ്സ് തുറന്നു വെച്ചിരിക്കുന്നത് ജോൺ ശ്രദ്ധിക്കുന്നു. അതിൽ ജോണും എമ്മയും മേരിയുമുള്ള ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അതോടെ ക്രൂഗ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ജോണിന് മനസ്സിലായി. ജോൺ പതുക്കെ മുകളിലെ നിലയിലേക്ക് കയറി. പക്ഷെ ക്രൂഗ് ജോണിനെ അടിച്ചു വീഴ്ത്തുന്നു. ശേഷം അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നു. ആദ്യമൊക്കെ ജോൺ പിടിച്ചു നിന്നെങ്കിലും ശക്തനായിരുന്നതുകൊണ്ട് ക്രൂഗ് വേഗത്തിൽ ജോണിനെ ഇടിച്ച് ഇഞ്ച പരുവമാക്കുന്നു. ഒടുവിൽ ക്രൂഗ് ജോണിനെ കൊല്ലാനായി പോയതും പെട്ടെന്ന് ആരോ തോക്കുമായി ക്രൂഗിന്റെ പുറകിലെത്തുന്നു. നോക്കിയപ്പോഴോ ജസ്റ്റിൻ ആയിരുന്നു അത്. സ്വന്തം അച്ഛന്റെ ക്രൂരത കണ്ട് വളർന്ന മകൻ തന്നെ അയാൾക്കെതിരെ തോക്ക് ചൂണ്ടുന്നു. പക്ഷെ ക്രൂഗ് പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും തോക്ക് കൈക്കലാക്കുന്നു. ശേഷം ക്രൂരനായ അയാൾ കയ്യിലുണ്ടായിരുന്ന കമ്പിയെടുത്ത് മകന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നു. ജസ്റ്റിൻ വേദന കൊണ്ട് പുളയുന്നു. തന്റെ മകനാണെന്നുള്ള ഒരു പരിഗണനയും ക്രൂഗ് അവന് കൊടുത്തില്ല. അപ്പോഴാണ് എമ്മ വന്ന് ഫയർ എക്സ്റ്റിങ്വിഷർ എടുത്ത് ക്രൂഗിന്റെ തലക്കിട്ട് ഒറ്റയടി. അപ്പോഴേക്കും ജോണും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ പറയാനുണ്ടോ, രണ്ടുപേരും കൂടി ക്രൂഗിനെ ഇടിച്ച് ഇഞ്ച പരുവമാക്കുന്നു. ഒടുവിൽ സിലിണ്ടർ എടുത്ത് എമ്മ അവന്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്തതും ബോധം കെട്ട് ദാ കിടക്കുന്നു താഴെ. അങ്ങനെ മേരിയും കുടുംബവും ജസ്റ്റിനുമായി ബോട്ടിൽ അവിടെ നിന്നും സിറ്റിയിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കത്തി ഉപയോഗിച്ച് ക്രൂഗിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അയാളെ പാരലൈസ് ചെയ്യുന്ന ജോണിനെയാണ്. ഇപ്പോൾ ബോധമുണ്ടെങ്കിലും ക്രൂഗിന് അവന്റെ കാലോ കയ്യോ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശേഷം ജോൺ ക്രൂഗിന്റെ തലയെടുത്ത് ഒരു മൈക്രോവേവ് ഓവനിലേക്ക് വെക്കുന്നു. ഓവൻ ഓണാക്കി മാക്സിമം പവറിലിട്ട ശേഷം ജോൺ അവിടെ നിന്നും പോകുന്നു. ഓവൻ വർക്ക് ചെയ്തു തുടങ്ങിയതോടെ ക്രൂഗ് വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ തല പൊട്ടിത്തെറിച്ച് ക്രൂഗ് മരിക്കുന്നു. അങ്ങനെ തങ്ങളുടെ എല്ലാമായ മകളോട് ചെയ്ത ക്രൂരതയ്ക്ക് ആ കുടുംബം പ്രതികാരം ചെയ്യുന്നു. അതോടെ ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവെക്കാനും മറക്കണ്ട.